വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുഡിംഗ് റെസിപ്പി ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു പുഡിംഗ് റെസിപ്പിയാണ്. ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി ക്രീമി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാകും. കാരണം ഈസിയാണ് ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ. ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും വേണ്ട. പിന്നെ ഈ ഒരു പുഡിംഗ് നമ്മൾക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. നമ്മൾ കോരി കഴിക്കേണ്ട ഒരു പുഡിംഗാണ്. ക്രീമി ആയിട്ടൊരു പുഡിംഗാണ്. എന്നാൽ പോലും നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുഡിംഗാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കണും കൂടിയുണ്ട്. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസും മിസ്സാവില്ല. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് പുഡിങ്ങിലേക്ക് ഞാൻ 1.5 കപ്പ് നല്ല ഫുൾ ക്രീം പാലാണ് എടുത്തിട്ടുള്ളത്. പുഡിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫുൾ ഫാറ്റ് അല്ലെങ്കിൽ ഫുൾ ക്രീം പാല് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ 1.5 കപ്പ് ഫുൾ ക്രീം പാലിലേക്ക് നമുക്ക് 1 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വേണം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടൽ. അപ്പോൾ അത് ഇതുപോലെ ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഒരു പുഡിങ്ങിലേക്ക് ഈ കോമ്പൗണ്ട് ചോക്ലേറ്റിന് പകരം ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളിപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് ചോക്ലേറ്റിന് പകരം ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ കാരണം നമ്മൾ പാലിലേക്ക് നേരിട്ട് കോമ്പൗണ്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുമ്പം പെട്ടെന്ന് മെൽട്ടായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് മെൽട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. മിൽക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡയറി മിൽക്കോ ആണെങ്കിൽ അത്രയും പഞ്ചസാര വേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നോക്കിയിട്ട് മാത്രം എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഈ പുഡിങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കോൺഫ്ലോർ ആണ്. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കോൺഫ്ലോർ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ തന്നെ നിർബന്ധമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ പുഡിങ് സെറ്റായി വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 1.5 കപ്പ് പാലും 1 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്കാണ് 3 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോർ എടുത്തിട്ടുള്ളത്. അത്ര തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ അതിലേക്കാളും കുറച്ചുകൂടെ വേണ്ടി വരും ഒന്ന് തിക്കായി വരണമെങ്കിൽ. പിന്നെ ഈ ഒരു കോൺഫ്ലോറിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മാത്രം മതി, കൂടുതൽ വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഈ കോൺഫ്ലോറും ഈ കോഫി പൗഡറും കൂടി അല്പം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. കാരണം നമുക്ക് കോൺഫ്ലോർ നേരിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തിക്കാക്കി ഒരു മിക്സ്ചറായിട്ട് വേണം നമ്മൾക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഈ കോഫി പൗഡർ നിർബന്ധമൊന്നുമില്ല. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കോഫി പൗഡർ ചേർക്കാൻ കാരണം കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എല്ലാവരുടെ വീട്ടിൽ കോഫി പൗഡർ എന്തായാലും ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ടാണ് കോഫി പൗഡർ ചേർക്കുന്നത്. പിന്നെ വല്ലാണ്ട് തരിയുള്ള കോഫി പൗഡർ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ പുഡിംഗ് മിക്സ്ചറിൻ്റെ മുകളിൽ ആ തരി ആയിട്ട് പൊങ്ങി കിടക്കും. അപ്പോൾ നമുക്ക് അരിപ്പയിലൂടെ അരിക്കേണ്ടതൊക്കെ വരും. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ 1.5 കപ്പ് പാല് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ എല്ലാ പുഡിംഗ് റെസിപ്പീസിലും പറയുന്ന ഒരു കാര്യമാണ്, പുഡിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരിക്കലും പാല് ഒരുപാട് നേരം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് തന്നെ ബാക്കി എല്ലാ ചേരുവകളും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾക്ക് മധുരമൊക്കെ നോക്കിയിട്ട് വേണം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാൻ. ചിലപ്പോൾ 1 കപ്പ് ആവശ്യം വരുന്നുണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവണം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാവൂ. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി പാലിലേക്ക്. പിന്നെ ഏതൊരു പുഡിംഗ് റെസിപ്പിയിലും നമ്മൾ ഫസ്റ്റ് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് തിളയ്ക്കുന്ന സമയത്ത് ബാക്കി എല്ലാ ചേരുവകളും ചേർക്കണം. അപ്പോഴേ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ബാക്കി എല്ലാ ചേരുവകളും ചേർക്കാൻ. അല്ലെങ്കിൽ പാൽ ഒരുപാട് നേരം തിളച്ചു പോകും. അങ്ങനെ വരുമ്പോഴാണ് പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ വരുന്നത്.
പിന്നെ നമ്മളിപ്പോൾ ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽട്ടായ ശേഷം മാത്രം ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാവൂ. ഞാനിപ്പോൾ അല്പം കൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതായത് 1 കപ്പ് മൊത്തത്തിൽ ഇപ്പോൾ ഇതിലേക്ക് ചേർത്തു. കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അധികം മധുരം ഉണ്ടാവില്ല ആ ചോക്ലേറ്റ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 കപ്പ് നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആവണം. പിന്നെ ചോക്ലേറ്റിൻ്റെ ഈ ഒരു മിക്സ്ചർ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്താണ് നമ്മളിതിലേക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ, അതായത് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആവാതെ കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മിക്സ്ചർ പെട്ടെന്ന് തിക്കാവും. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ആവാതെ കിടക്കുന്നത് നമ്മൾ പുഡിങ് സെറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരുമാതിരിയായി കിടക്കും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം മാത്രം കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, അതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു മിക്സ്ചർ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കോൺഫ്ലോർ മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ. ഇത് മിക്സ് ചെയ്യാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം അടിയിൽ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും ഈ കോൺഫ്ലോർ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഇത് ഒഴിക്കുന്ന സമയത്തും നമ്മുടെ ഈ മിൽക്ക് മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. പെട്ടെന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്ക് ബോറടിക്കുന്നുണ്ടാവും, പക്ഷേ എല്ലാവർക്കും പറ്റുന്ന ഒരു കോമൺ മിസ്റ്റേക്സ് ആണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ മിക്സർ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇത് തിക്കായി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, വളരെ കുറഞ്ഞ ഫ്ലെയിമിലും വെക്കുക. ഈ കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ ചേർത്ത ശേഷം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്യണം. എന്നാലേ പുഡിങ് നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺഫ്ലോർ ചേർത്ത ശേഷം തിക്കായെന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുക്കരുത്. ഒരു 5 മിനിറ്റ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. കോൺഫ്ലോർ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ കോൺഫ്ലോർ പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 3 അല്ലെങ്കിൽ 5 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കോൺഫ്ലോർ ചേർത്ത ശേഷം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ഇതുപോലത്തെ നമ്മളുടെ ചോക്ലേറ്റ് പുഡിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ വെക്കാറ് നല്ല ഗ്ലാസ് ബൗളിലൊക്കെയാണ്. ഒരു 5-6 ഗ്ലാസ് ബൗളിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ്ചർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരൊറ്റ പുഡിംഗ് ട്രേയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പുഡിങ്ങിലേക്ക് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കോൺഫ്ലോർ ആണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുഡിങ് ഒരു 8 മണിക്കൂറെങ്കിലും വെച്ചാലേ സെറ്റായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ മിനിമം വെക്കണം, എന്നാലേ സെറ്റ് ആവുള്ളൂ. നമ്മൾ ചൈന ഗ്രാസ് ഒക്കെ ചേർക്കുന്ന പുഡിങ് ആണെങ്കിൽ ജസ്റ്റ് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ തന്നെ സെറ്റ് ആവും. ഇത് ഫ്രിഡ്ജിൽ താഴെ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ വെക്കുക, അല്ലെങ്കിൽ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ വരെ വെച്ചാൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. അപ്പോൾ ചൂടാറിയ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയപ്പോഴേ നമ്മളുടെ ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇപ്പോൾ. ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തതും എല്ലാം കുറേശ്ശെ ചേർത്താൽ മതി. ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതന്നെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ നേരത്തെ ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ താഴെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പുഡിങ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരുപാട് കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല, കാരണം ഒരുപാട് ചേർത്താൽ ആ കോൺഫ്ലവറുടെ ടേസ്റ്റ് ഒക്കെ വരും. അപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു രീതിയിൽ കിട്ടണമെങ്കിൽ ഇത്രയും ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് വല്ലാണ്ട് നിൽക്കുന്ന ഒരു പുഡിംഗ് ആണിത്.
പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ് നിങ്ങൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 200 ഗ്രാം ഡയറി മിൽക്ക് വേണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. കുറച്ച് മാത്രം ചേർക്കരുത്, 200 ഗ്രാം തന്നെ വേണ്ടി വരും. എൻ്റെ ചെറിയ മോളാണ്. മോളിപ്പോൾ ഈ ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ള ആ ബൗൾ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്, അവൾക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പുഡിംഗ് ആണിത്. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ്. വളരെ ഈസിയാണ്. ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ചേരുവകളും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു പുഡിംഗ് കൂടിയാണിത്. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്